ഇൻട്രോയിൽ ഒരു കിണ്ടിയില്ല. UFC 250 പറ്റിയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. അത് മെയിൻ ഇവന്റിനെ പറ്റിയിട്ട്. ലിയ ടൊപ്പോറിയ വേഴ്സസ് ജസ്റ്റിൻ ഗേജി. എന്നെ സംബന്ധിച്ച് വളരെയധികം ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ച്. കാരണം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ലിയ ടൊപ്പോറിയുടെ കണ്ണ് രണ്ടും പർപ്പിൾ കളറായി. ഇനിയിപ്പം ഒന്നുമില്ല, കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ വിചാരിച്ചു. ബട്ട് ഈ ഒരു സ്പോട്ടല്ലേ, എന്തെങ്കിലും പ്രതീക്ഷ വെക്കാലോ എന്ന് വെച്ചിരുന്നാണ് ബാക്കിയും കൂടെ കണ്ടത്. ഞാൻ തേർഡ് റൗണ്ട് ആൻഡ് ഫോർത്ത് റൗണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഓഫ് ചെയ്ത്, TV ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. കാരണം വയ്യ ഗൈസ്, കണ്ടോണ്ടിരിക്കാൻ വയ്യ. ബിക്കോസ് എനിക്ക് അത്രയും പ്രതീക്ഷയുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു ലിയ ടൊപ്പോറിയ. ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫൈറ്റർ. സോ അന്നേരമാണ് ഞാൻ ലൈക്ക് ജസ്റ്റിൻ ഇത്രത്തോളം എക്സ്പീരിയൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുന്നത്. 28 വിൻസ് 5 ലോസസ് ഐ തിങ്ക്. സോ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാള് ലൈക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് മാക്സ് ആലോ ഇപ്പോൾ ഒരു ഫൈറ്ററിനെയൊക്കെ നോക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്ത ഇല്ലിയ ടൊപ്പോറിയാണോ ഈ ഒരു മാച്ചിൽ അവിടെ നിൽക്കുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയ ഒരു നിമിഷം. ഈ ഒരു സമയത്താണ് ഞാൻ ഈ അർമാനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നത്. അർമാനൊക്കെ എന്ത് ലയൺ ഹാർട്ട് ആണ്. സീരിയസ്ലി ഗൈസ്, ഇസ്ലാം. സോ നല്ല കുറെ മാച്ചുകളൊക്കെ ഇനി കാണാമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മാച്ചിൽ ഇല്ലിയ ടൊപ്പോറിയ പുള്ളിയുടെ റിബ് കേജിന് വരെ പരിക്ക് പറ്റിയിട്ടുണ്ടാവും മേ ബി. ആൻഡ് കണ്ണെന്തായാലും കണ്ടില്ല. ആ ഒരു കണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു. സീരിയസ്ലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എങ്ങനെങ്കിലും പുള്ളി ഇത് ഓവർകം ചെയ്യുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ബിക്കോസ് പുള്ളി ടെക്നിക്കൽ ഫൈറ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷ വെച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ഡിസപ്പോയിന്റ് ആവത്തില്ലായിരുന്നു. ബട്ട് എനിവേ ജസ്റ്റിൻ വിൻ ചെയ്തു. ഇനിയിപ്പം ഇസ്ലാമിനെ ഒന്നും തോൽപ്പിക്കാൻ വേറെ ആരും ഇല്ല. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. ബട്ട് നല്ലൊരു മാച്ചെങ്കിലും കാണാമല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ലൈക്ക് ഇസ്ലാമിനെ തോൽപ്പിക്കും, ഇപ്പൊ തോൽപ്പിക്കും, നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഇനിയിപ്പം അല്ലെങ്കിൽ അർമാനെ കൊണ്ട് മാത്രമേ അതിന് പറ്റുള്ളൂ. കറണ്ട് എന്താ പറയണ്ട, ആ ഒരു ഡിവിഷനിൽ എനിക്ക് തോന്നുന്നത് അർമാനെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്നാണ്. ഈവൻ അത് ഫൈറ്റ് ചെയ്യൂലെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് കാണാം. മേ ബി പുള്ളി ഈ ഹബീബ് റിട്ടയർ ചെയ്ത പോലെ തന്നെ ഇസ്ലാം ഉടനെ തന്നെ റിട്ടയർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ അതിനു മുമ്പ് ഒരു നല്ലൊരു മാച്ച് കാണാൻ പറ്റിയ. ബട്ട് ഞാൻ കബീബിന്റെ അത്ര എക്സൈറ്റഡ് അല്ല ഈ ഇസ്ലാമിന്റെ കാര്യത്തിൽ. ബിക്കോസ് കബീബ് അൺഡിഫീറ്റഡ് ആണ്, അത് ഞാൻ സമ്മതിച്ചു. ബട്ട് ഇസ്ലാമിന്റെ കരിയറിൽ ഒരു ലോസ് ഉണ്ട്. സോ UFC ലോസ് ഇല്ലെങ്കിലും പുള്ളിയുടെ കരിയറിൽ ഒരു ലോസ് ഉണ്ട്. സോ ബട്ട് നമുക്ക് നല്ലൊരു UFC ഒരു ലോസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. സോ ഞാൻ നല്ലൊരു മാച്ച് ഒക്കെ കാണാന്നൊക്കെ വിചാരിച്ചിരിക്കുക. ബട്ട് ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. വേറെ ആരുണ്ട്? ഇനിയിപ്പോ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു കറണ്ട് ആ ഒരു ഡിവിഷനിൽ. സോ എനിവേ, താങ്ക് യു ഗൈസ്, ബൈ.